ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായ ആ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്കാണ് സാറ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ സാധിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെട്ടേക്കാം. നോക്കുക, എണ്ണമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. ഉറുമ്പിന്റെ സൗന്ദര്യത്തെ കവയത്രി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? എണ്ണമിനുങ്ങുന്ന മുഖത്ത് ഗൗരവം കാണാം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം അല്ലെ. ഉടലിന്റെ ഇടുപ്പുകൾക്ക് എള്ളിന്റെ ഒരു സൗന്ദര്യം ആര് കാണുന്നുണ്ട്? കവയത്രി ഉറുമ്പിന് കാണുന്നുണ്ട്. ഇങ്ങനെ ഉറുമ്പിന്റെ സൗന്ദര്യത്തെ കവയത്രി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് എഴുതുക മക്കൾ. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ഉറുമ്പിന്റെ വംശം മഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം? ഉറുമ്പിന്റെ ജീവിതവും ഉറുമ്പിന്റെ നൈരന്തര്യ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ മനുഷ്യന് ചില ഗുണപാഠങ്ങൾ ആര് തരുന്നുണ്ട്? കവയത്രി തരുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരത്തിനകത്തേക്ക് എഴുതി വെക്കേണ്ടത്. ഉറുമ്പിന്റെ വംശം മഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം? സെറ്റാണല്ലോ. ഉത്തരം റെഡിയാക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും. ദയ എന്ന പാഠഭാഗത്തിലേക്ക് നമ്മൾ എത്തി. കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും. ദയയുടെ ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്താണ്? ഒരു യുദ്ധത്തിലെ തോൽവി രാജാവായ അങ്ങ് എന്ത് ചെയ്തേക്കാം, മറന്നേക്കാം. പക്ഷെ നമ്മൾ തമ്മിൽ കളിക്കുന്ന ഈ ചെസ് മത്സരത്തിനകത്ത് ചിലപ്പോൾ നിങ്ങൾ തോറ്റാൽ അത് കയ്പായി തന്നെ എന്ത് ചെയ്യും, മനസ്സിൽ നിൽക്കുമെന്ന് ദയ രാജാവിനോട് പറയുന്നുണ്ട്. ഇതിലൂടെ ദയയുടെ ഒരു പ്രത്യേക ഗുണം എന്ത് ചെയ്യുന്നുണ്ട്, സ്വഭാവ ഗുണം വ്യക്തമാകുന്നുണ്ട്. അത് എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വ്യക്തമാക്കേണ്ടത്. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധിശക്തിയിലും ഭരണ നൈപുണിയിലും ലിംഗവ്യത്യാസമില്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? വേഷം മാറിയിട്ടാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്, മന്ത്രിയായിട്ട് ആര് നിന്നത്? ദയ നിന്നത്. ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ? സ്വന്തം അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ദയക്ക് വേഷം മാറിയിട്ട് മന്ത്രിയായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നത്, ജീവിക്കേണ്ടി വന്നത്? ഇന്നത്തെ കാലഘട്ടം സ്ത്രീകൾക്ക് അനുവദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അനുവദിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സമത്വം എന്തൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ സൂചിപ്പിച്ചേക്കുക. അപ്പോൾ അതിന്റെ ഉത്തരം എന്ത് ചെയ്യും, പൂർത്തിയാവും. സെറ്റ്. ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെ കുറിച്ചായിരുന്നുവല്ലോ. വേരറ്റു പോകുന്നത് പോലെ ഒരുപാട് കാലം അമ്മയുടെ നെറ്റിത്തടത്തിലെ ചുളിവുകളും നിവരലുകളൊക്കെ എന്നെ കുറിച്ചായിരുന്നല്ലോ. ചിന്തയിൽ മുഴുവൻ ഞാനായിരുന്നല്ലോ. ഇപ്പോൾ അമ്മയുടെ ഓർമ്മയിൽ നിന്ന് ഞാൻ പുറത്തുപോയി, അതുകൊണ്ട് വേരറ്റു പോകുന്നത് പോലെ. എല്ലിൻകൂട് പോലുള്ള ആ നെഞ്ചിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. തഥാഗത എന്ന പാഠഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളാണ്. പാഠഭാഗത്തു നിന്നും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ഭാഷാ പ്രയോഗത്തിന്റെ അർത്ഥ സാധ്യതകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതിലൂടെ സൂചിപ്പിക്കുന്നത് തൻ്റെ അമ്മയുടെ ഓർമ്മയുടെ ലോകത്ത് താൻ ഇല്ലാതായി തീരുന്നതിൽ സങ്കടപ്പെടുന്ന എഴുത്തുകാരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇതുപോലെയുള്ള സൂചനകൾ പാഠഭാഗത്തുണ്ട്. മക്കൾ നോക്കി എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചോളുക. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ്, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഹോട്ടലുകൾ കടന്നു വന്നു. മലയാളിക്ക് തനതായ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഫാസ്റ്റ് ഫുഡ് കച്ചവടം പൊടിപൊടിക്കുന്നു. നോക്കുക, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഹോട്ടലുകൾ കടന്നു വന്നു. വീട്ടിൽ നിന്നും മാത്രം കഴിച്ചവരായിരുന്ന കേരളീയരെ ഹോട്ടലുകളിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടെത്തിച്ചു. മലയാളിക്ക് തനതായ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടായിരുന്നു. അതാണ് ഹോട്ടലുകളുടെ വരവോടുകൂടി ഇല്ലാതായത്. കേരളത്തിൽ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കച്ചവടം പൊടിപൊടിക്കുന്നു. മേൽ സൂചനകൾ വിശകലനം ചെയ്തുകൊണ്ട് ആരോഗ്യത്തിന്റെ രസക്കൂട്ട് നഷ്ടപ്പെടുത്തുന്ന മലയാളി എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ. നമ്മുടെ തലക്കെട്ട് എന്തായിരിക്കണം? മുഖപ്രസംഗത്തിന് ഇതേ തലക്കെട്ട് തന്നെ എടുക്കുക. ആരോഗ്യത്തിന്റെ രസക്കൂട്ട് നഷ്ടപ്പെടുത്തുന്ന മലയാളികൾ. ആദ്യത്തെ ഭക്ഷണ രീതി, പിന്നീട് ഹോട്ടലുകളായി, ഇപ്പൊ ഹോട്ടലുകളിലെ ഫുഡ് വീട്ടിലെത്തിച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളും നമുക്കുണ്ട്. അങ്ങനെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് മുഴുവൻ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് സൂചിപ്പിച്ചോളുക. സെറ്റല്ലേ മക്കളെ? ഓക്കെ, നന്നായിട്ട് തയ്യാറെടുക്കുക, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.